ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. കോഴിക്കോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. അതല്ലേ സത്യം? നമ്മളുടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. കോഴിക്കോട് നിന്ന് ഒരു 8 കിലോമീറ്റർ ബസ്സിൽ വന്നിറങ്ങുകയാണെങ്കിൽ നമ്മളുടെ ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ പൊക്കുന്ന് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് നേരെ വന്നിറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് വരാം. ഊട്ടിയിലും ബാംഗ്ലൂരും ബാക്കി ഇവിടെ നമ്മൾ പോവുകയാണെങ്കിലും അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ആദ്യം കാണാൻ പോകുന്ന സ്ഥലമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. പക്ഷെ നമ്മളുടെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഇത്ര അതിമനോഹരമായിട്ടൊരു 10-40 ഏക്കറിൽ ഇത്ര മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? ഒന്ന് പോയി കാണേണ്ടതാട്ടോ. സെക്യൂരിറ്റി എല്ലാ ദിവസവും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്കിങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഫുൾ എന്താണ് ലഷ് ആൻഡ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലെ മൊത്തം പച്ചപ്പ് നിറഞ്ഞിട്ട് ഭയങ്കര അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഒരു കുന്നിൻ്റെ ചരിവിലൂടെയൊക്കെ നമുക്ക് നടന്ന് പല 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 പാർക്കുകളും അവിടെ ഉണ്ട്. എക്വാറ്റിക് പാർക്ക്, ബട്ടർഫ്ലൈ ഗാർഡൻ, കാക്ടി ഹൗസ്, ക്ലൈംബേഴ്സ് സോൺ, ഫേൺസ് ആൻഡ് മോസ് ഹൗസ്, ജിഞ്ചർ ഹൗസ്, ഓർക്കിഡ്സിൻ്റെത്, അങ്ങനെ 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 പല 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 വിങ്സുകളും പാമ്പുകളുടേതും അങ്ങനെ പല പല ഇതുങ്ങളുമുണ്ട്. സ്പൈസസിൻ്റെതുണ്ട്. അങ്ങനെ പല ഗാർഡനുകളുണ്ട്. നമുക്കതൊക്കെ പഠിക്കേണ്ട കുട്ടികൾക്കായാലും സ്കൂളുകളിൽ നിന്ന് ഗ്രൂപ്പായിട്ടായാലും ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് ഇതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നമുക്കതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് അസിസ്റ്റ് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. എല്ലാം ഉണ്ട്. വേണ്ടവരൊക്കെ അവിടെ പോയിട്ട് കണ്ടാൽ മതി. എത്ര മനോഹരമായിട്ടാണ് ഇത് വെക്കുന്നത്. എന്തുകൊണ്ട് ഇത് ഇത്ര ശ്രദ്ധിക്കപ്പെടാതെ നമ്മുടെ കോഴിക്കോട് ആരും പോകുന്നതെന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ഇത് നമ്മളുടെ ഓർക്കിഡ് ഹൗസാണ്. ഇപ്പോൾ ഇതൊക്കെ ഫുൾ ഫ്ലറിഷ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സീസണിലാവുമ്പോൾ ഫുള്ള് പൂവൊക്കെ ഇട്ടിട്ട് എന്ത് മനോഹരമാണെന്നറിയോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് എല്ലാ പേരുകളും ഉണ്ട്. ഇത്ര വെറൈറ്റികളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ടും അതിൻ്റെ സയൻറ്റിഫിക് നെയിംസും ഒക്കെ അവരവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ പഠിക്കേണ്ട കുട്ടികൾക്കായാലും റിസർച്ച് ചെയ്യുന്നവർക്കായാലും ഒക്കെ അവിടെ ഒരു ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ അവിടെ നമുക്കൊരു നല്ല കുറേ ട്രെയിനിങ്സ് അവരവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവരവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ പല പല പ്ലാന്റ്സിനെ കുറിച്ചിട്ടും ബോൺസൈസ് അങ്ങനെ പല പല ട്രെയിനിങ്ങുകളും അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ വന്നിട്ട്. പിന്നെ നമ്മളുടെ ഈ റൈറ്റിൽ വന്നിട്ടുള്ളതാണ് ജിഞ്ചർ ഹൗസ്. ജിഞ്ചർ ഹൗസിൽ എന്താണ് വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഓർ തേർഡ് ലാർജസ്റ്റ് കളക്ഷൻസ് ഓഫ് ജിഞ്ചേഴ്സ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഇത്രയും ഒരു ഏരിയയിൽ നമുക്ക് നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന ഇഞ്ചി അല്ലാതെ വേറെ എന്തെല്ലാം തരം ഇഞ്ചികളുണ്ട്. ജിഞ്ചർ ഫാമിലിയിൽ പെടുന്ന ജിഞ്ചിബറേസിയിൽ വരുന്ന എല്ലാത്തിനെയും കുറിച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനെ എന്ത് മനോഹരമായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളതെന്നറിയോ. ആ ഒരു ഇതെല്ലാം വെച്ച് നമ്മളിങ്ങനെ ശരിക്കും നമ്മളിങ്ങനെ ഒരു ഫോറിൻ കൺട്രിയിലൊക്കെ കാണുന്ന ഒരു പാർക്കിലൊക്കെ പോയിട്ടുള്ള പോലെ അവർ കുറേ എല്ലാം മാനേജ് ചെയ്തിട്ട് അവർ തീംസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയിട്ട് കണ്ടിട്ട് വരുമോ ഇതൊക്കെ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എത്ര പേർക്കറിയാം ഈ ബനാന എന്ന് പറയുന്നത് ഈ ജിഞ്ചർ ഫാമിലിയിൽ പെട്ടുന്നതാണെന്ന്? ഇറ്റ്സ് ബിലോങ് ടു എ ജിഞ്ചർ ഫാമിലി. ഓക്കെ, ഇതെല്ലാം പൂവിട്ട് തന്നെ നിൽക്കുന്ന സമയമാണെങ്കിൽ അടിപൊളിയാണ്. ഇത് കണ്ടാൽ നമുക്കൊരു കാട് പോലെ തോന്നുന്നത് ഇത് മൊത്തം നമ്മളുടെ ഇഞ്ചിത്തോട്ടങ്ങളാട്ടോ. ഇഞ്ചി എന്ന് പറയുന്ന ജിഞ്ചർ ഫാമിലിയിൽ പെടുന്ന പല പല പലതരം നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ഷാമ്പൂ ജിഞ്ചറൊക്കെ ഇല്ലേ, അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. വാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേന്ത്രക്കാഴയും മറ്റേതും അല്ലാതെ എന്താണ് പൂവമ്പഴവും മൈസൂറും അല്ലാതെ പലതരം വാഴകളുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അവിടുന്ന് നമ്മൾ നേരെ പോയി കഴിയുമ്പോൾ ഹോത്തോസ് മലബാറിക്കസിൻ്റെ ഒരു ഗാർഡൻ തന്നെയുണ്ട്. നമ്മൾ ഹോത്തോസ് മലബാറിക്കസിൻ്റെ കുറേ സ്പീഷീസ് ഉണ്ടല്ലോ, അത് ഫുൾ അവരൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മളുടെ പാം ഗാർഡനിലേക്കാണ് നമ്മളിങ്ങനെ പോകുന്നത്. അടിപൊളി, ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം എല്ലാവരും.